ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് 1-2 ചേരുവകൾ മാത്രം ചേർത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ടൊരു പാന് അടുപ്പത്ത് വെക്കുന്നു. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 250-300 ഗ്രാം ചുവന്ന ഉള്ളി നന്നായി ചതച്ചെടുത്തതാണ്. ഈ ചുവന്ന ഉള്ളി ഏകദേശം 1 കിലോ ചിക്കനിലേക്ക് 250 ഗ്രാം ചുവന്ന ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. 250-300 ഗ്രാം വരെ ചുവന്ന ഉള്ളി ചേർക്കാം. ചുവന്നുള്ളി കുറച്ച് അധികമായിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് നല്ല രുചി കിട്ടാൻ സഹായിക്കും. ഈ ഉള്ളി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചുവന്ന മുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ്, ക്രഷ് ചെയ്തെടുത്തതാണ്. ചുവന്ന വറ്റൽമുളക് അതൊരു 4 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 3-4 ടീസ്പൂൺ വരെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ 2 ചേരുവകൾ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കുന്നത്. ഇത് വളരെ നല്ല രുചികരമായ ഒരു ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതൊരിക്കലും മറക്കരുത്. ഈ ചിക്കൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് റെഡിയാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഉള്ളിയും മുളകും ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മസാലയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ചിക്കനിൽ നിന്ന് തന്നെ ഇതിലേക്ക് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഒന്നൊന്നര ടീസ്പൂൺ ഇട്ട് രുചിച്ച് നോക്കിയതിന് ശേഷം ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കി നിങ്ങൾ ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം. വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ഇങ്ങനത്തെ ഒരു സാധനവും നമ്മളിതിൽ ചേർത്തിട്ടില്ല. വറ്റൽമുളകിൻ്റെ പൊടിയും നമ്മുടെ ചുവന്ന ഉള്ളി മാത്രമാണ് ഇതിൽ മസാലയായിട്ട് ചേർക്കുന്നത്. ഇത് നമുക്ക് ഒരു വെറൈറ്റി ചിക്കനാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. വളരെ ഈസിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെള്ളമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ആവശ്യത്തിന് വെള്ളമൊക്കെ ചിക്കനിൽ വന്നു. ഏകദേശം വേവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ സുറുക്കയും കൂടി ഒഴിച്ചു കൊടുക്കണം. സുറുക്ക കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം.
ഏകദേശം ചിക്കനൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. തുറന്നിട്ട് ഒന്നും കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലെ വെള്ളം വറ്റിക്കുന്നതാണ്. ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി അടുത്തത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇനി ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് രുചിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇത് ഉച്ചയ്ക്ക് ഫുഡിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഉച്ചവരെ നമുക്ക് കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലത്തെ ദോശൻ്റെ കൂടെ അടിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സാധനം. കൂടുതൽ മെനക്കെടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.